ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയ ഒരു കേക്ക് ഉണ്ടാക്കുക കേട്ടോ. അത് നമ്മളെപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ എൻ്റെ വീഡിയോ. ആദ്യം തന്നെ ഞാൻ നമ്മുടെ കേക്ക് ടിന്നില്ലേ, അത് ഒരു ചെറിയൊരു കേക്ക് ടിന്നും ഒരു വലിയ കേക്ക് ടിന്നും എടുത്ത് നല്ലോണം ഗ്രീസ് ചെയ്തിട്ട്, ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ബട്ടർ ഷീറ്റ് എടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് അത് ആദ്യം തന്നെ അത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഞാനൊരു വേറെ പാത്രത്തിൽ ഒരു 4 മുട്ട എടുത്ത് ആ പാത്രത്തിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഞാനിന്ന് അത് ബീറ്റർ വെച്ചാട്ടോ അത് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര നമുക്ക് പൊടിച്ച് വയ്ക്കാം. മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് നല്ലോണം പൗഡറാക്കിയിട്ട് അത് എടുത്ത് അവിടെ മാറ്റി വെച്ചു കേട്ടോ. 1 കപ്പിൽ അളന്നിട്ട് ഞാനത് എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മളത് മുട്ട അടിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടല്ലോ, അതിനാണ് ഞാൻ വേഗം പഞ്ചസാര പൊടിച്ച് വെച്ചത്. പിന്നെ ഞാൻ മുട്ട നല്ലോണം ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നല്ലോണം അത് ബീറ്റ് ചെയ്യണം കേട്ടോ. മുട്ട 4 മുട്ടയിൽ നമ്മളിട്ടിരിക്കുന്നത്, നല്ലോണം അത് എല്ലാം കൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണേ. കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് മതി. അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ പഞ്ചസാര ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വനില എസൻസ്, വീഡിയോ അത് ഇങ്ങോട്ട് മാറിപ്പോയിട്ടോ, അത് ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. വാനില എസൻസ് 1 ടീസ്പൂൺ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വാനില എസൻസ് ഒഴിച്ചു കഴിഞ്ഞ ശേഷം നല്ലോണം കുറച്ച് നേരം ഒരു മിനിറ്റ് നല്ലോണം അടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ആ പഞ്ചസാര 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പൗഡർ ചെയ്തത്. അത് കുറേശ്ശെ ആയിട്ട് ഒരു 3 ബാച്ചായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 3 ബാച്ചായിട്ട് ഇട്ടിട്ട് നല്ലോണം പഞ്ചസാര മുട്ടയോട് കൂടി നല്ലോണം ചേർന്ന് നല്ലോണം അലിഞ്ഞു വരണത്, നല്ല ഷുഗർ നല്ലോണം ഡിസോൾവ് ആയിട്ട് വന്നു കഴിഞ്ഞ ശേഷം അതുവരെ നമ്മളത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിനേക്കും ആ മുട്ടയും പഞ്ചസാര എല്ലാം കൂടെ നല്ലോണം കുറച്ച് നല്ല തിക്കായിട്ട് വരും. മുട്ടയുടെയൊക്കെ കളർ നല്ലോണം മാറി കുറച്ച് നല്ല വൈറ്റ് കളറായിട്ട് വരുവേ. അതുവരെ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് ഞാനത് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനത് എടുത്ത് വെച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദയും അത് അളന്നെടുക്കുക കേട്ടോ. 1 കപ്പ് മൈദ നമുക്കിത് അളന്ന് തന്നെ എടുക്കണം. 1 കപ്പ് മൈദ, പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയില്ലേ, അത് 1 ടീസ്പൂൺ ഞാനത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ കാപ്പിപ്പൊടിയില്ല, അത് ഒരു ടീസ്പൂൺ മതി. അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാനിത് ആഡ് ചെയ്ത്. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ് അത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു ശകല ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു 3 പ്രാവശ്യം അരിച്ച് എടുത്ത് വെക്കണേ. നമ്മളിതിങ്ങനെ ഇപ്പം അരിച്ചെടുത്ത് വെച്ചാലും നല്ലോണം വിസ്ക് അത് നല്ലോണം നമ്മൾ നല്ലോണം ഇളക്കി വെച്ചാലും മതി. അരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ നല്ല വിസ്ക് കൊണ്ട് നല്ലോണം അത് ഇളക്കി എടുത്ത് വെച്ചാലും മതി. ഇത് കുറച്ച് നേരം അങ്ങനെ നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിസ്ക് വെച്ച് നല്ലോണം ഇളക്കണം, എല്ലാം കൂടെ കൂട്ടി യോജിച്ച് വരണ്ടേ. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വരത്തക്ക വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്യണം. അത് കുറച്ച് നേരം ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളത് 3 പ്രാവശ്യം
അരിക്കണം. പിന്നെ ഞാനത് അരിച്ചത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ മുട്ടയുടെ മിക്സ് ഞാൻ പിന്നെ രണ്ടാമത് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു അര കപ്പ് നമ്മൾ സാധാരണ ഓയിലില്ലേ, കുക്കിംഗ് ഓയിൽ, അത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഓയിൽ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ ഇപ്പോൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഞാൻ കുറേശ്ശെ ആയിട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. ഒരേ ഡയറക്ഷനിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളത് എടുക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാവർക്കും ഇതറിയാം. ഇത് അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറച്ച് നേരം അത് മിക്സ് ചെയ്യണം. എല്ലാം 3 ബാച്ചായിട്ടാണ് ഞാനത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് 3ാമത്തെ ബാച്ച് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി പാല്, 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തെല്ലാം കഴിഞ്ഞ് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, കുറച്ച്. അത് ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളത് കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് എല്ലാവരും ചാനലിൽ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. വ്യൂസൊക്കെ വളരെ തീരെ കുറവാണ്, അതുകൊണ്ട് നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു സ്ക്യൂർ കൊണ്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് വെച്ചാലും മതി, ആ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഓൾറെഡി അത് ഒരു 10 നിമിഷം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വെക്കുക കേട്ടോ. ഒരു 30 മിനിറ്റ്സ് ബേക്ക്. ഒരു 30 നിമിഷം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. 30 നിമിഷം കഴിഞ്ഞ ശേഷം ഞാനിത് തുറന്ന് ചെക്ക് ചെയ്ത് സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമുക്ക് അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല എനിക്ക് വീഡിയോയിൽ. നമ്മളത് ചെക്ക് ചെയ്തു, ഞാനത് ബേക്കായോ ഇല്ലയോ ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനത് പുറത്തെടുത്തിട്ട് ഞാൻ തണുക്കാൻ വെച്ച്. ഇപ്പം ഞാൻ വേറൊരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര അതിലേക്കിട്ടിട്ട്, പിന്നെ ഞാൻ കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഞാനത് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഷുഗർ സിറപ്പ് ഇപ്പം കേക്ക് ഞാൻ തലേ ദിവസം കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചത്. അത് നല്ലോണം ആറിക്കഴിഞ്ഞ ശേഷം ഞാനത് പിറ്റേ ദിവസമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഷുഗർ സിറപ്പ് ഉടനെ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല, ചൂടോടുകൂടി നമുക്ക് കേക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറി എടുത്തിട്ട്, നമ്മുടെ സാധാരണ ചെറിയില്ല, അതാണത്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഞാൻ എടുത്ത് വെച്ച്
എടുത്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് 2-3 എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യണേ. എന്നിട്ട് ഞാൻ ആ ഷുഗർ സിറപ്പില്ലേ അതിലേക്ക് ഞാനിത് ഈ ചെറീനെ ആഡ് ചെയ്തിട്ട് നല്ലോണം നല്ല ചൂടുണ്ട് കേട്ടോ, അതിലേക്കാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് കേക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കോമ്പൗണ്ട് ഇല്ലേ, ഡാർക്ക് കോമ്പൗണ്ട്, അതിൽ നിന്ന് ഒരു 200 ഗ്രാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് കേട്ടോ അത് എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട്. നല്ലോണം അലിഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമ്മളൊരു അത് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് തീയുടെ ആവശ്യമില്ല. നമുക്ക് തിളച്ച വെള്ളത്തിൽ തന്നെ അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ട് അത് നല്ലോണം അത് ഉരുകി വന്നോളും. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആട്ടോ ഞാൻ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്ന. ആ ചൂടത്ത് തന്നെ അത് നല്ലോണം ഉരുക്കി വന്നോളും ബട്ടർ. പിന്നെ ഞാനത് തനിയെ മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച്. ആ ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ഗ്രേറ്റർ ഇല്ലേ, ആ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് അത് ഞാൻ നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഗ്രേറ്റർ ആട്ടോ അത്. ആ ഗ്രേറ്ററിൽ നമ്മളത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നല്ലോണം പൊടി പോലെ നമുക്കത് കിട്ടി. എന്നിട്ട് നമ്മളിത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. നമ്മൾ വെളി വെക്കരുത്. അതുകൊണ്ട് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയല്ല. ഇപ്പം ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനത് ഒഴിച്ചിട്ട് നല്ലോണം വിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അത് നല്ലോണം ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണമേ. നല്ല സ്റ്റിഫായിട്ട് വരണം കൺസിസ്റ്റൻസി. അതുവരെ നമ്മളത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബീറ്റ് ചെയ്യണേ. കണ്ടോ, ഇതേപോലെ വരണം. ഈ പരുവത്തി വരുന്നവരെ നമ്മളത് ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും, അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് വേറെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും മതി. ഇതിനധികം മധുരമൊന്നും ഉണ്ടാവില്ല. കുറച്ച് നേരം ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഞാനതങ്ങ് എന്നിട്ട് ഞാനിത് അങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയും ഞാനിതങ്ങ്. അത് കഴിഞ്ഞ ശേഷം ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനിത് മാറ്റിയിട്ട് അതും പൈപ്പിംഗ് ബാഗിൽ നിന്നുള്ളതും ഇതും കൂടെ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഫ്രീസറല്ല, ഫ്രിഡ്ജിലേക്ക് കേട്ടോ ഞാൻ മാറ്റുന്നത്. അത് കുറച്ച് നേരം അവിടെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ ശേഷം ആ വെക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഞാനിത് കട്ട് ചെയ്യണം. ആ കേക്ക് നമുക്ക് എത്ര പീസ് വേണോ അതനുസരിച്ച് നമ്മളിത് തീരെ ചെറിയ കേക്ക് ആയതുകൊണ്ട് ഞാൻ 2 ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഞാൻ 2 പീസായിട്ടാണ് ആ കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് അപ്പുറത്തിരിപ്പുണ്ട്. അത് കട്ട് ചെയ്തത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നമ്മൾ ഫ്രീസറിൽ നിന്ന് അത് ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നു നമ്മുടെ ക്രീം. എന്നിട്ട് ഞാൻ ഒരു കേക്കിൻ്റെ മേലെ അത് ഞാൻ സോക്ക് ചെയ്യാം കേട്ടോ. അത് ആ ഷുഗർ സിറപ്പില്ലേ അതും ഇതിനോടുകൂടി സോക്ക് ചെയ്തിട്ട് നമ്മൾ ആ ചെറിയുടെ പീസ് അതിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്.
തീരെ നമ്മൾ അതിൻ്റെ തൊട്ട് കുറേ ഒന്നും ഒഴിച്ചിങ്ങോട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല, അത്രയും മതിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്രീമില്ലേ, വിപ്പിംഗ് ക്രീം, അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുക. ഞാൻ അധികം കുറേ അങ്ങോട്ട് ക്രീം ഇട്ടില്ല, കുറച്ചാണ് ഞാൻ ക്രീം ഇട്ടിരിക്കുന്നത്. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മറ്റേ വേറൊരു പീസും കൂടി എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് പിന്നെ ഞാനത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് ഇട്ടിട്ട് നല്ലോണം സോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ രണ്ടാമത് ക്രീം ഇട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. അതിന് മേലേക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കണേ. ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്യണം. മേലെയും സൈഡിലും ഒക്കെ നമ്മളതിട്ടിട്ട് ഒരു 1 hour ഫ്രിഡ്ജിൽ വെക്കണേ. ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം ഇത് ഇത്രയും ഞാനിപ്പോൾ ഈ ക്രീം ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നല്ലോണം ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റും. അത് ഒരു 1 hour ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുവേ. ഇത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അത് കൂടുതലും നമ്മളിത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ട് രണ്ടാമത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യേണ്ടതായതുകൊണ്ട് ഇപ്പോൾ ഇത്രയും മതിയാകും. ഇത് നമ്മളത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി ഒരു 1 hour. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. 2 ചോക്ലേറ്റും, ഒന്ന് ഡാർക്ക് കോമ്പൗണ്ടും ഒന്ന് ചോക്ലേറ്റും നന്നായിട്ടുണ്ടായിരുന്നു. അത് ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേ. കേക്കും നല്ലോണം സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ക്രീം ഇട്ടിട്ട് നല്ലോണം നമ്മളത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ആ ചോക്ലേറ്റ് ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഇത്രയും ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഫുള്ളായിട്ട് സൈഡിലും അതിന് മേലെയൊക്കെ നല്ലോണം സ്പ്രെഡ് ചോക്ലേറ്റിൻ്റെ ഇതും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പൈപ്പിംഗ് ബാഗിൽ ഞാൻ ആ ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ. ഞാനത് മുഴുവൻ അത് കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ ആ ഡെക്കറേഷൻ ഒന്നും കാണിക്കില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ഡെക്കറേഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇനി ഇടാം. അതിൻ്റെ അത് നമ്മുടെ ഇതിൽ തന്നെ ഒരുപാടുണ്ട്. അത് നമുക്ക് പിന്നെ അതൊക്കെ നോക്കി തന്നെ നമുക്ക് ഡെക്കറേഷൻസ് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പം ഞാനതൊന്നും കാണിച്ചിട്ടില്ല. ഞാനെല്ലാം ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു. പൈപ്പിംഗ് ബാഗിലുള്ളതും ഞാൻ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എന്ത് ഡിസൈൻ വരണോ അതനുസരിച്ച് നമ്മൾ ആ ഡിസൈനായിട്ട് ഇട്ടിട്ട് ഇങ്ങ് എടുത്താൽ മതി. സിമ്പിളായിട്ട് കേട്ടോ ഞാനത് വെച്ചിരിക്കുന്നത്. വലിയതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയാണ് ഞാനത് വെക്കുന്നത്. പിന്നെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റും കേട്ടോ. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന വരെ ഒരു 1 hour നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസർ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. Thank you viewers. Thank you for watching my video.